ഇംഗ്ലണ്ട് വേഴ്സസ് കോങ്കോ നമ്മൾ ഇന്നലെ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. കോങ്കോ ഒരു പക്ഷേ ഒരു ഡിഫെൻസീവ് ഡ്യൂട്ടി ഒന്ന് നന്നായി ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ഒന്ന് വിയർക്കും എന്നുള്ളത്. ഇംഗ്ലണ്ട് വിയർത്തു എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. കാരണം ആദ്യ പകുതിയിലൊക്കെ ഇംഗ്ലണ്ടിനെ പോലത്തെ ഒരു ടീമിനെ കൊണ്ട് ഗോളടിപ്പിക്കാതിരിക്കാൻ കോങ്കോക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ അത് അവരുടെ വിജയമാണ്. പക്ഷേ രണ്ടാം പകുതിയിൽ നമ്മൾ കണ്ടു ടുഷൽ എന്താണെന്നും ഹാരി കെയ്ൻ എന്താണെന്നും ഗോർഡൻ എന്താണെന്നും എല്ലാം നമ്മൾ കണ്ടു. ഒരു ഒരു നല്ലൊരു കംബാക്ക് എന്ന് പറയാം. നമുക്ക് വലിയൊരു ടീമിനെതിരെ അല്ല എന്നുണ്ടെങ്കിൽ കൂടി ഒരു ഫുട്ബോളിങ് ഒരു നോക്കൗട്ട് മാച്ച് എന്ന നിലക്ക് ഒരു മികച്ച കംബാക്ക്, ഒരു മികച്ച മാച്ച് നമ്മൾ കണ്ടു. എന്താണ് രണ്ടാം പകുതിയിലേക്ക് വന്നപ്പം ഇംഗ്ലണ്ടിന് ഉണ്ടായൊരു മാറ്റം? നമ്മൾ ഇന്നലെ ബ്രിട്ടീഷ് മീഡിയയുടെ ഒക്കെ ഹെഡ്ലൈൻസ് നോക്കിയാൽ ഹാരി കെയ്ൻ സേവ്സ് ഇംഗ്ലണ്ട്, അതാണ് മിക്ക മീഡിയയുടെ ഹെഡ്ലൈൻ. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ഹാരി കെയ്നെ പോലെ ഒരു ലോകോത്തര സ്ട്രൈക്കർ, ഏത് നിമിഷവും കളി മാറ്റാൻ കെൽപ്പുള്ള ഒരു ലോകോത്തര സ്ട്രൈക്കർ ഇംഗ്ലണ്ടിനെ രക്ഷിക്കുകയായിരുന്നു. കാരണം ആദ്യ പകുതി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്, ഇപ്പോൾ നമ്മൾ ഈവൻ ഇംഗ്ലണ്ട് ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു 70-75% ബോൾ പൊസിഷൻ ഇംഗ്ലണ്ടിനായിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നമ്മൾ കളി കഴിഞ്ഞ് നോക്കുമ്പോൾ 50-50 ആയിട്ട്, അത് ഇംഗ്ലണ്ട് 70 മിനിറ്റോളം ട്രെയിൽ ചെയ്തിട്ട് പോലും 50-50 പൊസിഷനാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോങ്കോ അങ്ങനെ വെറും ബാക്കിലിരുന്ന് ഡിഫെൻഡ് ചെയ്യാൻ മാത്രമല്ല, കോങ്കോ അക്ഷരത്തിൽ നന്നായി കളിക്കുക തന്നെ ചെയ്ത് ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച്. പിന്നെ അത് നമ്മൾ പറയുമ്പം ഇംഗ്ലണ്ടിൻ്റെ 2-3 വീക്ക് ലിങ്കുകൾ എക്സ്പോസ് ചെയ്യപ്പെട്ടൊരു കളി കൂടിയായിരുന്നു ഇന്നലെ. നമ്മൾ റൈറ്റ് വിങ് നോക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്ക് ആയാലും റൈറ്റ് വിങ്ങർ ആയാലും സ്പെൻസും മഡുവക്കയും വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ഉണ്ടായത്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക, നമ്മുടെ ഈ എന്താ പറയുക, ഫിൽ ഫോഡനും കോൾ പാമറും ഒക്കെ ഇംഗ്ലണ്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് ഈ മഡുവക്കെ തുടർച്ചയായിട്ട് ആ വിങ്ങിൽ ബോൾ വേസ്റ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. പിന്നെ വേറൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ, ഇംഗ്ലണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് ബോക്സിൽ ഉള്ള 2 പ്ലെയേഴ്സാണ് ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗമും. ഈ 2 പേര് ബോക്സിലിരിക്കുമ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബോൾ ബോക്സിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ഒരു ക്രോസറിൽ ഒരാളായിരുന്നു ട്രെൻഡ്. അപ്പോൾ ആ ട്രെൻഡൊക്കെ ഈ കളി ഇപ്പോൾ നമ്മൾ സ്പെൻസിനൊന്നും ഒരു ക്രോസ് പോലും പ്രോപ്പറായിട്ട് ഒന്നും ഒരു കോൺഫിഡൻസും ഇല്ലാതെയാണ് കളിച്ചത്. ഡിഫെൻസീവ്ലിയും കോൺട്രിബ്യൂഷൻ കുറവായിരുന്നു, അറ്റാക്കിങ് ഒട്ടും കോൺട്രിബ്യൂഷൻ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ടുഷേലിൻ്റെ സിസ്റ്റം അല്ല ടുഷേലിൻ്റെ ഈ ടീം സെലക്ഷനൊക്കെ നമ്മളിങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ചർച്ചയിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റാക്കേഴ്സിൽ ഒന്നും കൂടി മാറ്റങ്ങളുണ്ടായിരുന്നെങ്കിൽ, ഡിഫൻഡേഴ്സിനെ 1-2 ആളൊക്കെ പരീക്ഷിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ ട്രെൻഡിനൊക്കെ സ്വാഭാവികമായിട്ടും കൊണ്ടുവന്നിരുന്നെങ്കിൽ ചർച്ചകൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറത്തേക്ക് നമ്മൾ ഈ ടുഷേൽ എന്നുള്ള മാനേജറിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം തോന്നിപ്പോയി ഈ ഒരു മത്സരത്തിൽ. കാരണം റാഷ്ഫോർഡിനെ ലെഫ്റ്റ് വിങ്ങിൽ പ്ലേസ് ചെയ്തു, ലൈനപ്പിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ റാഷ്ഫോർഡിനെ നമ്മൾ വിചാരിച്ചൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ലാസ്റ്റ് അവസാന മിനിറ്റുകളിലേക്ക് എത്തുമ്പോഴേക്ക് ആൻ്റണി ഗോർഡനെ കൊണ്ടുവരുന്നു. ആൻഡ് ഗോർഡൻ സപ്ലൈസ് ഹാരി കെയ്ൻ എന്താണോ വേണ്ടിയിരുന്നത് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ആൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗോർഡനെയും ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനെയും എങ്ങനെ നമുക്ക് വിലയിരുത്താം? അതിനു മുന്നേ തന്നെ ആ റൈറ്റ് ബാക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ ഒരു രസകരമായ സാധനം ആഡ് ചെയ്യാൻ തോന്നി. അതായത് ഇന്നലെ കോങ്കോക്ക് കളിച്ച് റൈറ്റ് ബാക്ക് കളിച്ച വാൻ ബിസാക്ക ഉണ്ട്. വാൻ ബിസാക്ക ഇംഗ്ലണ്ട് കോളപ്പ് കിട്ടാത്തതിന് കാരണമാണ് അദ്ദേഹം ആ ഒരു കോങ്കോ നാഷണൽ. അപ്പോൾ ഇന്നലെ പക്ഷെ ഗോൾ വന്നത് ആ റൈറ്റ് ബാക്ക് പോസ്റ്റിലൂടെയാണ്. അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്യണമെന്ന് തോന്നി. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഗോർഡൻ ഗോർഡൻ എന്താ പറയുക, റാഷ്ഫോർഡ് കുറച്ചും കൂടി പ്രിഡിക്റ്റബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയത് ഇന്നലത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ. റാഷ്ഫോർഡിൻ്റെ നമുക്കറിയാം, അദ്ദേഹം വിങ്ങിൽ കൂടെ കയറുന്നു, കട്ട് ബാക്ക് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഫുട്ട് കൊണ്ട് ഒരു ക്രോസ് ഇടുന്നു എന്നുള്ള രീതിയിലുള്ള ആ ഒരു കുറച്ചും കൂടി പ്രഡിക്റ്റബിൾ ആണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. പക്ഷേ ഗോർഡൻ അങ്ങനെയല്ല. ഗോർഡൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് വരുന്നതൊക്കെ കണ്ടു. ഗോർഡൻ്റെ ക്രോസ്, നമ്മൾ ആ ഫസ്റ്റ് ഗോളിൽ ഗോർഡൻ്റെ ക്രോസ് നമ്മൾ എടുത്ത് പറയേണ്ട ക്രോസാണ്. അത് കറക്റ്റ് ആ കെയ്നിന് എവിടേക്കാണോ വേണ്ടത് അവിടേക്ക് ഹെഡ് ചെയ്ത് ആ ഒരു ഹെഡ് വയ്ക്കാനുള്ള ക്രോസ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഗോളിൽ അസിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് 2 പ്ലെയേഴ്സിനെ അദ്ദേഹം ബീറ്റ് ചെയ്തിട്ട് ആണ് കെയ്നിലേക്ക് ആ ബോൾ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. പക്ഷേ ഗോർഡൻ അവിടെ സ്പോട്ട് ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു എന്ന് പറയണം. പിന്നെ അതുമാത്രമല്ല, സാക്ക വന്നപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാക്ക ഈ സ്പെൻസിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നി. അതായത് ബാക്കിലേക്ക് സ്പെൻസിന് ആദ്യ പകുതിയിലൊക്കെ സ്പെൻസും മഡ്വയ്ക്കും നമ്മളൊരു കണക്ഷൻ ഇല്ലാത്തൊരു അവസ്ഥ വന്ന പോലെ എനിക്ക് തോന്നി. അതല്ല, സാക്ക വന്നപ്പോൾ സാക്ക കുറച്ചും കൂടിയും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആഴ്സണലിലൊക്കെ പുള്ളി ഇങ്ങനെയാണ് സാക്ക കളിക്കുന്നൊരു ശൈലി നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സാക്ക കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്ത് കുറച്ചും കൂടി കണക്ഷൻ ആ വിങ്ങിൽ വന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ 2 സബ്സ്റ്റിറ്റ്യൂഷനിൽ വ്യത്യാസം അതാണ്. അതായത് കുറച്ചും കൂടിയും വർക്ക് റേറ്റ് കൂടുതലുള്ള പ്ലെയേഴ്സാണ് ഈ 2 പ്ലെയേഴ്സ്, കുറച്ചും കൂടിയും അറ്റാക്കിംഗ് പ്ലെയേഴ്സാണ്. പിന്നെ മാത്രമല്ല നമുക്കറിയാം കോങ്കോ പ്ലെയേഴ്സ് അത്രയും ടയേർഡാണ് ആ ഒരു ടൈം എത്തുമ്പോഴേക്കും. ആ ഒരു ടൈമിലേക്ക് ഒരു 60 മിനിറ്റിന് ശേഷമാണ് ഈ ഗോർഡനെ പോലെ അല്ലെങ്കിൽ
സാക്കിയ പോലുള്ള പ്ലെയേഴ്സിന് ഇവർ ഇറക്കി വിടുന്നത്. അപ്പം അത്രയും ടയേർഡായിട്ടുള്ള ആ ഒരു ഡിഫൻസിലേക്ക് ഇങ്ങനെ ഒരു പ്ലെയേഴ്സ് വരുമ്പോൾ എന്തുകൊണ്ടും അതൊരു ആനുകൂല്യമാണ് ഇംഗ്ലണ്ടിന്. പിന്നെ ഇന്നലെ നമ്മുടെ കോങ്കോൻ്റെ ഗോൾ കീപ്പർ എംപാസി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ ആകെ രണ്ടോ മൂന്നോ വട്ടം മാത്രമാണ് കെയിനെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ. ആ 2 വട്ടം അദ്ദേഹം സ്കോർ ചെയ്തു. അപ്പോൾ കെയിനെ പോലൊരു പ്ലെയറിനെ ഇങ്ങനൊരു ചെറിയ അവസരം കൊടുത്താൽ മതി ഗോളടിക്കാൻ വേണ്ടിയിട്ട്. കെയിൻ്റെ ഒരു ബ്രില്യൻസും അവിടെ നമ്മൾ പറയേണ്ടതാണ്. നമ്മൾ ഈ 90 മിനിറ്റ് കളിക്കുമ്പോഴേക്കും കോങ്കോ താരങ്ങൾ കുറച്ചൊന്ന് പാടുപെട്ടു. കാരണം ഇംഗ്ലണ്ട് പോലത്തെ ഒരു ടീമാണ്, നല്ല പേസുള്ള ടീമാണ്. ഇവരെ പിടിച്ച് കെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരൊന്ന് ഉയർക്കും. പക്ഷേ ആ 90 മിനിറ്റ് കളിച്ചിട്ടും അവസാന മിനിറ്റ് വരെ ആ ഫുൾ എനർജിയിൽ ഹാരി കെയിൻ കളിക്കുന്ന നമ്മൾ കണ്ടു. ഒരു 2 അവസരം നല്ലത് കിട്ടി, ആ 2 അവസരത്തിൽ നന്നായി സ്കോർ ചെയ്യുന്നു. അപ്പോൾ ഈ ഹാരി കെയിൻ മാത്രം ഗോളടിച്ചാൽ മതിയോ എന്നുള്ളൊരു ചർച്ചയുണ്ട്. കാരണം ബാക്കിയുള്ളവരിന്ന് അങ്ങനെ കോൺട്രിബ്യൂഷൻസ് വരുന്നില്ല. ബെല്ലിംഗ്ഹാം സ്കോർ ചെയ്യുന്നുണ്ട്, റാഷ്ഫോർഡും ഒരു കളിയിൽ ഗോളടിക്കുന്ന നമ്മളുണ്ട്. പക്ഷേ എന്നാലും ഇതുവരെയുള്ളൊരു ഇംഗ്ലണ്ടിൻ്റെ മാജോറിറ്റി ഗോളുകളും വന്നത് ഹാരി കെയിനിലൂടെയാണ്. അപ്പോൾ ഹാരി കെയിനെ പൂട്ടിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ പൂട്ടാമെന്നുള്ളൊരു രീതി ടീമുകൾക്ക് വരും. ഇപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ളത് മെക്സിക്കോ പോലത്തെ ടീമാണ്. കാരണം മെക്സിക്കോ ഇതുവരെ ഗോൾ കൺസീഡ് ചെയ്തിട്ടില്ല. അവർക്ക് വരുന്ന ഓപ്പണൻസിൻ്റെ സ്ട്രൈക്കേഴ്സിനെ കാര്യമായി ലോക്ക് ചെയ്യുന്നില്ല. അവരുടെ ഡിഫൻസ് നന്നായി പണിയെടുക്കുന്നുണ്ട്. അപ്പം ഹാരി കെയിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിനെ ലോക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇനി തുഷേൽ അങ്ങോട്ടേക്ക് പ്ലാൻ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ താരങ്ങൾ ഒന്നുകൂടി നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? ഈ ഹാരി കെയിനെ പൂട്ടിയാൽ ഇംഗ്ലണ്ടിനെ പൂട്ടാന്ന് പറയുമ്പോൾ ഹാരി കെയിനെ പൂട്ടൽ ഒട്ടും എളുപ്പമല്ല. കാരണം ഹാരി കെയിൻ ഒരു സ്റ്റാറ്റിക്കായി നിൽക്കുന്ന സ്ട്രൈക്കറേ അല്ല. ഹാരി കെയിൻ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരു വിങ്ങർമാരുടെ ഡ്രീം സ്ട്രൈക്കറാണ്. ഇപ്പോൾ വിനി ജൂനിയറിനെയോ എംബാപ്പെ പോലെ ഒരാൾക്ക് ഹാരി കെയിനെ പോലെ ഒരു സ്ട്രൈക്കറെ കിട്ടുകയാണെങ്കിൽ അത് അവരുടെ ഡ്രീമാണ്. കാരണം ഹാരി കെയിൻ ഒരു വിങ്ങേഴ്സിന് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഹാരി കെയിൻ അയാളുടെ പൊസിഷൻ കൊണ്ട് എപ്പോഴും അവിടെ വിങ്ങർക്ക് കട്ട് ബാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഡിഫൻഡേഴ്സിനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. അപ്പോൾ ഹാരി കെയിൻ ഒരിക്കലും അങ്ങനെ പൂട്ടാൻ എളുപ്പമായി നിന്ന് അങ്ങനത്തെ ഈവൻ ബെല്ലിംഗാം കെയിൻ വരെ നല്ല കോമ്പിനേഷനാണ്. കാരണം കെയിൻ ഡീപ്പ് ഇറങ്ങുമ്പോൾ ബെല്ലിംഗാം റണ്ണ് നടത്തുന്നുണ്ട്. ഇന്നലെ ബെല്ലിംഗാമിന് നല്ല 2 ചാൻസ് കിട്ടിയിരുന്നു. ആ ഗോൾ കീപ്പറെ സേവ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹാരി കെയിൻ ഈ ഗോൾ സോഴ്സ് മാത്രമാണ് ഒരു പ്രശ്നം. ഹാരി കെയിൻ്റെ കളി ഹാരി കെയിൻ എന്തായാലും കളിക്കും. പക്ഷേ ഹാരി കെയിൻ ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ എന്തെന്നുള്ളതാണ് അതിലൊരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ റഷ്ഫോർഡ് കുറച്ചും കൂടി ഒരു ഗോൾ ത്രെറ്റ് ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഗോർഡൻ്റെ പുറത്ത് റഷ്ഫോർഡിനെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ റഷ്ഫോർഡിൻ്റെയും ഫൈനൽ തേർഡിൽ ആ ഒരു കോൺട്രിബ്യൂഷൻ നോക്കിയാൽ വളരെ മോശമാണ്. നല്ല പൊസിഷനിലെത്തുന്നു, ഈവൻ ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്യുന്നു, വിങ് ബാക്കിനെ ബീറ്റ് ചെയ്ത് നല്ല പൊസിഷനിലെത്തും. പക്ഷെ അവിടുന്ന് ഒരു വളരെ എന്താ പറയുക ഒരു ക്രോസ് കൊടുത്തിട്ട് ഒരു കറക്റ്റ് ക്രോസ് കൊടുക്കാനോ അതെ ആ സെലക്ഷൻ ലാസ്റ്റ് ആ ഫൈനൽ തേർഡിലെ ചോയ്സ് വളരെ അത് മുമ്പും റഷ്ഫോർഡിൻ്റെ പ്രശ്നം അത് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗോർഡനെയും റഷ്ഫോർഡിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ പേസ് റഷ്ഫോർഡിനായിരിക്കും കൂടുതൽ, സ്കില്ല് റഷ്ഫോർഡിനായിരിക്കും കൂടുതൽ. പക്ഷേ ബ്രെയിൻ എന്ത് പറഞ്ഞാലും റഷ്ഫോർഡിൻ്റെ ഒരു പടി മുകളിലാണ് ആന്റണി ഗോർഡൻ. അത് ഇന്നലത്തെ ആ ഒരു ക്രോസ് നോക്കിയാലും കറക്റ്റ് കെയിനെ സ്പോട്ട് ചെയ്ത് വളരെ റഷ്ഫോർഡാണെങ്കിൽ ഒരു പക്ഷേ ഒരു സ്പേസ് ഉണ്ടാക്കി ഷൂട്ട് ചെയ്യാൻ അതിന് കൂടുതൽ സാധ്യത. പിന്നെ നമ്മളെ 2ാമത്തെ ഗോളിന് കൊടുത്ത ഒരു ബാക്ക് ഹീൽ അതും. അപ്പോൾ ഗോർഡൻ ആ ഒരു രീതിയിൽ നോക്കുമ്പം ഈ ഗോർഡനാണ് കുറച്ചും കൂടി ഈ ഇത് ഹാരി കെയിനുമായിട്ട് ലിങ്ക് ചെയ്ത് വന്നത്. ഇപ്പോൾ നമ്മൾ കോങ്കോയെ പറ്റി സംസാരിക്കണം. കോങ്കോ നമ്മൾ പോർച്ചുഗലിലൊന്ന് പൂട്ടിയപ്പോൾ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. അന്നൊരു ഇന്ത്യൻ വംശജനായിട്ടുള്ള താരം അതിൽ കളിക്കുന്നതെന്നൊക്കെ ഡിസ്കസ് ചെയ്താൽ. പക്ഷെ അന്നൊന്നും വരാത്തൊരു പേര് ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടു, അവരുടെ ഗോൾ കീപ്പർ. നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിനെ പലപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പം അപ്രതീക്ഷിതമായിട്ട് നല്ല ഗോൾ കീപ്പർ പെർഫോമൻസ് കണ്ടൊരു വേൾഡ് കപ്പാണ്. കാരണം ബൊസീനിയ കളിക്കുന്നത് കണ്ടു, സൗദിയുടെ ഓവൈസ് കളിക്കുന്നത് കണ്ടു, അങ്ങനെ പിന്നെ റൂം കളിക്കുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് താരങ്ങൾ, ഒരുപാട് ഗോൾ കീപ്പർമാർ വന്നൊരു അല്ലെങ്കിൽ ഗോൾ കീപ്പർമാർ നന്നായി പെർഫോം ചെയ്തൊരു വേൾഡ് കപ്പാണ്. ആ ലിസ്റ്റിലേക്കുള്ള പുതിയൊരു പേരാണ് കോങ്കോയുടെ ഗോൾ കീപ്പറിന്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഗോൾ കീപ്പറുടെ പെർഫോമൻസ്? ഈ പറഞ്ഞ പോലെ കോങ്കോയുടെ പ്ലാൻ നമുക്കറിയാം, സിറ്റ് ബാക്ക് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക, എന്താ പറയുക, ഇംഗ്ലണ്ട് തരുന്ന പ്രഷറിനെ എങ്ങനെയെങ്കിലും ചെറുത്ത് നിർത്തുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രഷർ വരുമ്പോൾ ഓഫ് കോഴ്സ് ഗോൾ കീപ്പർ നല്ല പണിയുണ്ടാവും. ആ ഫസ്റ്റ് ഹാഫിൽ ആ പണിയെല്ലാം 100% കൃത്യമായി ചെയ്ത ഒരു ഗോൾ കീപ്പറാണ് ലയണൽ എംപാസി എന്ന് പറയുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നത് ഫ്രഞ്ച് ലീഗിൽ ലാഹാവർക്ക് വേണ്ടി കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ലയണൽ എംപാസിയുടെ ആദ്യ നിമിഷത്തിൽ അദ്ദേഹം ഇത്രയധികം പന്ത് എന്താ പറയുക കാലുമ്മ വെക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നി. ബട്ട് അദ്ദേഹത്തിൻ്റെ സേവുകൾ ഒക്കെ ഓഫ് കോഴ്സ് റിയാക്ഷൻ റേറ്റ് ഒക്കെ അടിപൊളി റിയാക്ഷൻ റേറ്റ് ആണ്. പിന്നെ ഗോളുകൾ 2 കൺസീഡ് ചെയ്ത ഗോളുകൾ ഒരിക്കലും തടയാൻ പറ്റാത്ത രീതിയിലുള്ള ഗോളുകളായിരുന്നു. അതായത് ഹാരി കെയിൻ്റെ ഒരെണ്ണം തണ്ടർ ഷോട്ടായിരുന്നു, ഒരെണ്ണം ക്ലോസ് റേഞ്ച് ഹെഡറായിരുന്നു. അതൊക്കെ തടയണമെങ്കിൽ നമുക്കറിയാം എത്ര സ്കിൽഡ് ആവണം എന്നുള്ളത്. അപ്പോൾ ഇത് 31 ഏജ് ആയിട്ടുള്ളൊരു ഗോൾ കീപ്പറാണ്. അദ്ദേഹം ആ ഒരു പ്രഷറിനെ, ഇംഗ്ലണ്ട് പോലുള്ള ഒരു ടീമിൻ്റെ പ്രഷറിനെ
ചെറുത്ത് നിർത്തുന്നു. ആ രണ്ടാമത്തെ ഹെഡറാണെന്ന് തോന്നുന്നുണ്ട് മിസ് ചെയ്തപ്പോൾ ബെല്ലിങ്ങാം സേവ് ചെയ്തപ്പോൾ ബെല്ലിങ്ങാം ഗോൾ കീപ്പറിനെ പോയി അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടാണ് ബെല്ലിങ്ങാം വരെ പോയി അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കണ്ടത്. അപ്പോൾ ലയണൽ എംബാസിയുടെ പെർഫോമൻസ് നമുക്ക് എടുത്തു പറയണം. പിന്നെ സിപ്പങ്ക അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഗോളായിരുന്നു അത്. അതായത് ഇത്രയും വലിയൊരു സ്റ്റേജിൽ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഗോൾ നേടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ മത്സരത്തിന് ശേഷം യുവാൻ വിസ ഒരു കാര്യം പറഞ്ഞു, ഈസ്റ്റ് കോങ്കോയിൽ ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനൊരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ മത്സരിച്ച് ഇത്രയൊരു എത്തിയതിൽ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം നിർത്തിയത്. അപ്പോൾ കോങ്കോയുടെ ആ ഒരു കാര്യം കൂടി നമ്മളിവിടെ എടുത്തു പറയണം. ഇപ്പോഴും വാർട്ടോട്ടനാണ് ചെറിയ അവിടുത്തെ ചില ഭാഗങ്ങൾ. അങ്ങനെ ഒരു സ്ഥലത്തു നിന്നാണ് അവർ വരുന്നതും ഇങ്ങനെ ഒരു പെർഫോമൻസ് വയ്ക്കുന്നത്. അതായത് അവർ പോർച്ചുഗലിനെ ഡ്രോ പിടിക്കുന്നു, ദെൻ ആദ്യ ജയം കുറിക്കുന്നു ഉസ്ബെക്കിസ്ഥാനെതിരെ, പിന്നെ ഇംഗ്ലണ്ടിനെതിരെ 75-ാം മിനിറ്റ് വരെ ആ പിച്ചിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ്, അതായത് ഇംഗ്ലണ്ടും കോങ്കോയും കളിക്കുന്ന മത്സരത്തിൽ 75 മിനിറ്റ് വരെ കോങ്കോ ആയിരുന്നു ബെസ്റ്റ് ടീം എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ കോങ്കോയ്ക്ക് എന്താ പറയുക, നല്ലൊരു വേൾഡ് കപ്പ് ക്യാമ്പയിൻ ആയിരുന്നു. ഇനിയും അവർ വരട്ടെ. ഇനി ലാസ്റ്റിൽ നമുക്ക് ടുഷേലിനെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ട്. കാരണം ഒരുപാട് വിമർശനങ്ങൾ കേട്ടു ലൈനപ്പിലെ ഓപ്ഷൻസിൽ, ടീം സ്ക്വാഡ് സെലക്ഷനിൽ, അവരുടെ ടാറ്റിക്സിലൊക്കെ പലപ്പോഴും പല സമയത്ത് പല വിമർശനങ്ങൾ കേൾക്കുന്നു. ഇപ്പം ഗാനക്കെതിരെയുള്ള മത്സരം ഒന്ന് ഗോൾലെസ് ഡ്രോ ആയപ്പോഴേക്ക് ഈ വിമർശനം കേൾക്കുന്നതിന് കാരണം ഇതല്ല നമ്മൾ ഇംഗ്ലണ്ടിനെ പ്രതീക്ഷിക്കുന്നത്. ഇംഗ്ലണ്ടിനെ കുറച്ചുകൂടി സ്കോർ ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻറ്റ് സ്കോറിംഗ് ടീമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ളത് നോക്കൗട്ടുകളാണ്. ഓരോ മത്സരവും ക്രൂഷ്യലാണ്. അടുത്ത വരുന്നത് മെക്സിക്കോ ആണ്. എന്തായിരിക്കും ടുഷേലിൻ്റെ ഒരു പ്ലാൻ? ഇതുവരെയുള്ള പ്ലാനുകൾ പോലെ തന്നെ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരു മാറ്റി പരീക്ഷണമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് എലമെൻറ്റോ പ്രതീക്ഷിക്കാമോ? നമ്മൾ ഈ ടുഷേലിനെ പറ്റി പറയുമ്പം ഒരു പോസിറ്റീവായിട്ട് നമ്മളൊരു കാര്യം പറയേണ്ടത് ആ ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് വന്നത്. കാരണം ഇംഗ്ലണ്ട് ഒരു നോക്കൗട്ട് മത്സരത്തിൽ പിറകിൽ നിന്നതിന് ശേഷം ജയിക്കുന്നത് 60 വർഷത്തിന് ശേഷമാണ്. ഒരു ഗോൾ പിറകിൽ നിന്നതിന് ശേഷം കംബാക്ക് നടത്തുന്നത്. ഇതിന് മുമ്പ് ചെയ്തത് 1966 വേൾഡ് കപ്പ് ഫൈനലിലാണ്. അതിനുശേഷം കിരീടം അടിച്ച ഫൈനലിൽ ജർമ്മനിക്കെതിരെ. അത് കഴിഞ്ഞിട്ട് നോക്കൗട്ട് സ്റ്റേജിൽ എപ്പം പുറത്തു പോയിട്ടുണ്ടോ പിന്നീട് തിരിച്ചു വരാൻ ഇംഗ്ലണ്ടിന് പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ടുഷലിൻ്റെ അതൊരു പോസിറ്റീവായിട്ട് കാണണം. പക്ഷേ അപ്പോൾ പോലും നമ്മൾ ഈ ടുഷലിനെ പോലത്തെ മാനേജേഴ്സിനെ പറ്റി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒന്നെങ്കിൽ ഹി വിൽ ബിക്കം സക്സസ്ഫുൾ വിത്ത് ദാറ്റ് ഐഡിയോളജി, അല്ലെങ്കിൽ ഹി വിൽ ഡൈ വിത്ത് ദാറ്റ് ഐഡിയോളജി. അതാണ് ഈ ഒരു ടൈപ്പ് മാനേജേഴ്സിൻ്റെ ഒരു സ്ലോഗൻ. അപ്പം എന്താ പറയുക, ഈ റൈറ്റ് വിങ്ങിൽ ഇപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ സെലക്ഷൻ ആണെങ്കിലും ഒരു ടാക്ടിക്സ്, അത് ഇൻ ഗെയിം ടാക്ടിക്സ് മാറ്റിയേക്കാം. അതായത് ഇപ്പം നമ്മളെ കളിക്കനുസരിച്ച് മാറ്റാം. അതല്ലാതെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ റൈറ്റ് വിങ്ങിലും ഇപ്പം എന്തായാലും നമ്മൾ ഓൾറെഡി അവരുടെ സെലക്ഷനിൽ കണ്ടതാണല്ലോ. ടുഷേലിൻ്റെ ഐഡിയയിൽ തന്നെ കളിക്കുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം മാർജിൻസ് ആണല്ലോ. ഇപ്പോൾ ഇന്നലെ റഷ്ഫോർഡിന് ചാൻസ് കിട്ടിയിരുന്നു, ബെല്ലിംഗാമിന് ചാൻസ് കിട്ടിയിരുന്നു. ആ ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ അടിച്ചിരുന്നെങ്കിൽ കളി ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കുമല്ലോ ഡിസ്കസ് ചെയ്യുക. കളി വേറെ തന്നെ ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ ടുഷൽ ടാക്ടിക്സ് മാറ്റാനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ ഈ സാക്ക, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് സാക്ക ഫുള്ളി ഫിറ്റ് ആവാത്തതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്തത്. അല്ലാതൊരു ന്യായം നമുക്ക് ഒരിക്കലും സാക്കനെ ബെഞ്ച് ചെയ്യുന്നതിന് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു പക്ഷേ അടുത്ത മത്സരം റഷ്ഫോർഡിന് പകരം ഗോൾഡൻ ഇറങ്ങിയേക്കാം. ഇനി റൈറ്റ് ബാക്ക് റീസ് ജെയിംസ് നമ്മളെ ഇഞ്ചറി കഴിഞ്ഞ് വരുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ഫാൻസ് ഉറ്റുനോക്കുന്ന കാര്യം. കാരണം ഈ ഒരു റൈറ്റ് ബാക്കിനെ വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ റീസ് ജെയിംസ് വരികയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ഓക്കെ പുള്ളി നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. സെൻട്രൽ ബാക്ക് പെയറും ഗുഹിയൊക്കെ നല്ല ഇതിൽ തന്നെയാണ്. മിഡ്ഫീൽഡ്, അപ്പോൾ ഈ ഒരു പൊസിഷൻ, ഈ ഒരു റൈറ്റ് വിങ്ങർ റൈറ്റ് വിങ് ബാക്ക്, ആ ഒരു പൊസിഷൻ മാത്രമേ ചേഞ്ച് വരികയാണെങ്കിൽ തന്നെ ഒരു സാധ്യത ഉള്ളൂ. ഇപ്പോൾ ഒരു ഇഞ്ചുറി മാത്രമാണ് റൈറ്റ് വിങ്ങിൽ ഒരു പ്രശ്നം. ആ ഇഞ്ചുറി മാറിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് വലിയ ഇഞ്ചുറി ഇല്ലാതെ പോകും. ഇങ്ങനെ പോകേണ്ടതാണ്.